ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം വളർന്നു വരണമെന്നുണ്ടെങ്കിൽ പല ഘട്ടത്തിൽ കൂടിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരുടെ രൂപത്തിൽ വ്യത്യാസമുള്ള പോലെ തന്നെ കഴിവുകളിലും വ്യത്യാസമുണ്ട്. ഇപ്പം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഓരോരുത്തരുടെ ലൈഫിലും സന്തോഷത്തിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. തന്നെയല്ല, ഓരോ പ്രായത്തിലും ജീവിതശൈലിക്ക് അതിൻ്റേതായ മാറ്റമുണ്ട്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതികൾ മാറും, സന്തോഷത്തിൻ്റെ കാരണങ്ങൾ മാറും. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പേഴ്സണാലിറ്റിക്കായിരിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് അവയവങ്ങളുടെ ആരോഗ്യവും അതിൻ്റെ രൂപഭംഗിയും. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസവും സന്തോഷവും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനമാണ് മാരണങ്ങളുടെ സൗന്ദര്യം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ആരോഗ്യവും സന്തോഷവുമുള്ള ഏത് സ്ത്രീയും മറ്റുള്ളവരെ ആകർഷിക്കണം, ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ. അതിനുവേണ്ടി അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല ആരോഗ്യവും രൂപഭംഗിയുമാണ്. ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘടകങ്ങളും സ്വാഭാവികമായിട്ട് തന്നെ അവർക്ക് വന്നു ചേരുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ വേണ്ടി വരും. ഉദാഹരണത്തിന്, ചില അവയവങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയോട് ആകർഷണവും ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നണമെങ്കിൽ അടിസ്ഥാനപരമായ ചില ഘടകങ്ങൾ ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനമാണ് മുഖത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ മാറിടങ്ങളുടെ സൗന്ദര്യവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, പുരുഷൻ ഇതിനോടുള്ള മനോഭാവം പോലല്ല സ്ത്രീക്ക് ഇതിനോടുള്ളത്. കാരണം ഇതുകൊണ്ടുള്ള രണ്ടു പേരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് മാറിടത്തിൻ്റെ ഭാഗം വികാരകേന്ദ്രം മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഊർജം കൂടിയാണ്. മനസ്സും ശ്രദ്ധയും അവിടേക്ക് പോകുമ്പോഴൊക്കെ തന്നെ ലവ് എനർജി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എന്നാൽ പുരുഷൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലും ഭാവനകളിലും ഒക്കെ തന്നെ മറ്റ് തരത്തിലുള്ള വികാരങ്ങളാണ് കൂടുതലും അവനെ സ്വാധീനിക്കുന്നത്. പ്രകൃതി ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് അവയവമാണെങ്കിലും അത് ആരോഗ്യമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രൂപഭംഗി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് നല്ല രക്തയോട്ടം വേണം. അതുമാത്രം പോരാ, ഒരു പ്രത്യേക കെയറിങ്ങും വേണം. ഈ അവയവത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹോർമോണുകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. പ്രത്യേകിച്ചും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ രൂപഭംഗി ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ അവിടുത്തെ എനർജി ലെവൽ കൂടുന്നു, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, ഈ പറയുന്ന ഹോർമോണുകളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനുവേണ്ടി പങ്കാളികൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം റിലാക്സ് ചെയ്ത് മുന്നോട്ട് കുനിയുന്ന ഏത് പൊസിഷനും ഇതിൻ്റെ രൂപം ശരിയായിട്ട് കാണിക്കും. പ്രത്യേകിച്ചും ഡോഗി പോസും അതിൻ്റെ വേരിയേഷൻസും. അതുപോലെ ഫേസ് ടു ഫേസിനേക്കാൾ പുരുഷൻ പിന്നിൽ വരുന്ന രീതിയുണ്ടല്ലോ, ആ സമയത്തായിരിക്കും ഈ ഭാഗത്ത് കൂടുതൽ കെയറിങ് കിട്ടുന്നത്. അതുപോലെ ഫോർപ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിലും മസാജ് ചെയ്യുന്ന രീതി പരീക്ഷിക്കാം. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ നന്നായിട്ട് സഹായിക്കും. അതുപോലെ താഴേന്ന് മുകളിലേക്കുള്ള പൊസിഷനിൽ വേണം ചെയ്യാൻ. സ്ത്രീകളെ സംബന്ധിച്ച് ആരെയെങ്കിലും സ്നേഹിക്കുന്ന സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കാറുണ്ട്. തന്നെയല്ല, ഇത് കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനവും മനസ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രത്യേകിച്ചും സന്തോഷത്തിൻ്റെ എല്ലാ ഹോർമോണുകളും ഇതിൻ്റെ രൂപഭംഗിയെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്ത്രീകൾ മുകളിൽ വരുന്ന രീതി ചെയ്യുമ്പോഴും ഈ ഭാഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കെപ്പോഴാണ് ഒരു കാര്യത്തിനകത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്? ഏത് കാര്യമാണെങ്കിലും അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതിനകത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും. ശരീരത്തിൻ്റെ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് ഭാഗത്താണോ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് മെച്ചപ്പെടും. പങ്കാളികളെ സംബന്ധിച്ച് ഇത് നല്ലൊരു തിയറിയാണ്. കാരണം ഏത് രീതിയാണോ തുടർച്ചയായിട്ട് ചെയ്യുന്നത്, ക്രമേണ അത് ചെയ്യാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ വലിപ്പത്തെക്കാട്ടിലും രൂപത്തെക്കാട്ടിലും ഒക്കെ പ്രധാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.